കവിയുടെ ഗാനരസാമൃതലഹരിയിൽ ഒരു നവകനക കിരീടമിതണിയുമ്പോൾ ഇന്നിതാ. അതാ മറ്റേ ഹയർ ഒക്ടേവ്സിലോട്ട് പോയി. ആബാപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ, പാരിലെ നാരിമാർ ആകയിൽ മാതൃക, പാരിലെ നാരിമാർ ആകയിൽ മാതൃക, പൂവിയാൾ ഹാഷിൻ പൂമകൾ ഫാത്തിമ, ജോജോ ലാലീന ഹാടുവേ, ചിന്ന നിന്ന മുദ്ദാടുവേ. ശരിക്കും പറഞ്ഞാൽ ഒരു ശക്തിയേ ഉള്ളൂ, അല്ല ദൈവങ്ങൾക്കെല്ലാം പല ശക്തി ഉണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ തന്നെ ഇരുന്ന് അടിക്കത്തില്ല. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഞങ്ങളുടെ ആൾക്കാർ പാടുന്നതിനേക്കാൾ നന്നായിട്ട് ചേട്ടൻ അറബി വാക്കുകളും മാപ്പിളപ്പാട്ടിൻ്റെ ഫീലും കൊടുത്ത് പാടാറുണ്ട് എന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഔവാഫി ചാനത്ത് ഖബ്ബർ ഔവാഫി അക്ബർ. പാട്ട് മതി എന്ന് തീരുമാനിച്ചത് 1972 കാലഘട്ടത്തിലാണ്. യേശുദാസിനെ ആദ്യമായിട്ട് കാണുമ്പോഴാണ്. മലയാളികളുടെ ദേവഗായകനാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്ന KG മാർക്കോസ് സാർ, വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു വെരി മച്ച്. ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്നുള്ളൊരു ഉദ്ദേശം തന്നെയായിരുന്നു എനിക്കും. അത് ഈ പറഞ്ഞ, പക്ഷെ ഞാൻ വന്ന സമയത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പം സിനിമ നമുക്കൊരു കീറാമുട്ടിയായിരുന്നു അന്നത്തെ കാലത്ത്. പ്രത്യേകിച്ചും 1970-80 കാലഘട്ടം എന്ന് പറയുമ്പം ഇന്നത്തെ സിനിമയുടെ ഒരു രീതി അല്ല. അത് ചില കമ്പനികളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്ന ഒരു കാലഘട്ടമാണ്. പ്രൊഡക്ഷൻ കമ്പനികൾ, ഇപ്പോൾ ഉദയ അല്ലെങ്കിൽ നവോദയ, നീല, അങ്ങനെയുള്ള കുറേ, സെഞ്ചുറി ഫിലിംസ്, സെൻട്രൽ ഫിലിംസ്, ഇങ്ങനെ കുറേ സിനിമ കമ്പനികളെ ബേസ് ചെയ്ത് നിന്ന് അവർ സെലക്ട് ചെയ്യുന്ന പടങ്ങളും അവർ സെലക്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റുകളും സംവിധായകരും സംഗീത സംവിധായകരും ഒക്കെ ആയിരുന്നു. അപ്പം അതന്ന് ജീവിതഗന്ധിയായിട്ടുള്ള സിനിമകളായിരുന്നു കൂടുതലും. അപ്പം അതിന് പറ്റിയ പാട്ടുകളായിരുന്നു. അങ്ങനെ ഒരു മെലഡിക്കായിരുന്നു ഒരു സ്ഥാനം. അതിലുപരി യേശുദാസ് എന്ന മഹാവൃക്ഷം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വരവാണ്. 1961 കാലഘട്ടത്തിൽ അദ്ദേഹം വരുന്നു. തുടർന്ന് അങ്ങോട്ട് ഞാനൊക്കെ വരുമ്പോഴത്തേക്കും അദ്ദേഹം എസ്റ്റാബ്ലിഷ്ഡ് ആയി. അപ്പം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു. പിന്നെ സംഗീതം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് അദ്ദേഹം അങ്ങനെ ആയതാണ്. പക്ഷേ നമ്മുടെ സാധാരണ ജനവും, അതായത് ശ്രോതാവ്, ഒരു സാധാരണ ശ്രോതാവും സമൂഹവും, അതേപോലെ സംഗീത സംവിധായകരും, ഈവൻ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പോലും അവരുടെ ലാഭമാണല്ലോ അവർക്ക് വലുത്. അപ്പോൾ അവർ നോക്കുന്നത് അതിൻ്റെ അകത്ത് പൂർണ്ണത, എത്രത്തോളം അതിനകത്ത് പൂർണ്ണത വരുന്ന ആർട്ടിസ്റ്റാണോ, അതിപ്പോൾ അഭിനയമായാലും സംഗീതമായാലും അതിൻ്റെ സ്ക്രിപ്റ്റായാലും ഒക്കെ എത്രത്തോളം പൂർണ്ണത വരുന്നു, എത്രത്തോളം ആ പടത്തിനത് യോജിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ആ പടം ഓടും. ഇതൊക്കെയായിരുന്നു അന്നത്തെ ഒരു കൺസെപ്റ്റ്. ഇന്നും അങ്ങനെയൊക്കെയാണ്. എന്നാലും അന്നത്തെ പക്ഷേ അങ്ങനെയല്ലായിരുന്നു. അവരിൽ മാത്രം അങ്ങനെ അധിഷ്ഠിതമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം എന്നെപ്പോലെ ഒരു പുതിയ ആൾക്ക് പെട്ടെന്ന് അങ്ങ് കടന്നു കയറാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ വലിയൊരു സിനിമ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ സിനിമ ആണ് ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ. പ്രേമലുവിലെ വരികൾ സാർ ഓർക്കുന്നുണ്ടോ? അത്യാവശ്യം ഓർമ്മയുണ്ട്. പല്ലവി ഞാൻ പാടാം. ചായ പാനി തപ്പിലെ റോഡരികെ തുടിപ്പഞ്ചാരി കൊട്ടിലെ കാതരികെ പ്രേമിക്കൂടൂ നീ സുമ്മവാരികെ മനസ്സങ്ങ് നീറണേ ഗോലിസോടനീയ പനിച്ചങ്ങ് കേറണേ പാരസിറ്റമോള ഉള്ളിലിരുന്നാടടി തെലുങ്കാന ബൊമ്മലു തെലുങ്കാന ബൊമ്മലു തെലുങ്കാന ബൊമ്മലു NTR സിറ്റിയിൽ പോയി വരുങ്ക ചാർമിനാർ പാത്തില്ലേ വിൻഡോവില്ലേ എൻ പ്രേമിക്കൂടൂ നീ സുമ്മ ചേർന്നിരിങ്ക. സൂപ്പർ.
അങ്ങനെ എൻ്റെ അടിപൊളി ഒരു ശൈലി. പിന്നെ ഋതവും അതിന്റെ ശ്രുതി എല്ലാം കൂടെ വരുമ്പോഴേ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇളക്കം തോന്നുക. അപ്പൊ ഈ പാട്ട് വിഷ്ണു വിജയ് പിന്നെ സാറിന്റെ ഇന്റർവ്യൂസും ഒക്കെ കണ്ടിട്ടാണ് അവര് വിചാരിച്ച തന്നെ ഉറപ്പിച്ച തന്നെ സാറിനെ വിളിച്ചതാണ്. അതെ അതെ അതെ, എന്നോട് പറഞ്ഞ അങ്ങനെയാണ്. സുഹൈലും അതുപോലെ റെക്കോർഡിങ്ങിന് സമയത്ത് നമ്മുടെ സ്റ്റീഫൻ ദേവസിയുടെ എം ലോഞ്ച് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡ് ചെയ്ത്. പിന്നെ സുഹൈലും അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോ വരിയും പാടി കഴിഞ്ഞ് പുള്ളിയോട് ചോദിക്കും, ശരിയാവുന്നുണ്ടോ സുഹൈൽ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടാ അടിപൊളി 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 എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതൊരു വലിയൊരു എന്താ യങ്സ്റ്റേഴ്സാണ് അവരൊക്കെ, എന്നാലും നമുക്കതൊരു പ്രചോദനമാണ്. കാരണം അവരെ ആക്സെപ്റ്റ് ചെയ്താൽ പിന്നെ നമ്മൾ ഓക്കെ ആയി. മലയാളിക്ക് KG മാർക്കോസിന്റെ ശബ്ദത്തിൽ പുതിയ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ട് രോമാഞ്ചമാണ് ഉണ്ടായത്. സാറിന് എന്താ തോന്നിയ തിരിച്ചു വന്ന് പുതിയ എങ്ങനെ ഒരു അടിപൊളി പാട്ട് പുതിയ സിനിമയിൽ പാടി? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കൂടുതലും ഞാൻ എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ പഴയകാല ഒരു മെലഡിയും അങ്ങനെയുള്ള കുറെ പാട്ടുകളൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ. പക്ഷെ ഇന്നത്തെ ജനത്തിന് അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയുള്ളൊരു ബേസ് വോയിസോ അല്ലെങ്കിൽ ആ ഒരു ത്തിലുള്ള പാട്ടുകളൊക്കെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അവരങ്ങോട്ട് ആസ്വദിക്കുന്നുണ്ടെന്ന്. അവർക്കിതാണ് താല്പര്യം. അപ്പം ഇത് ഓക്കെ ആണെന്ന് എനിക്ക് സുഹൈൽ പറഞ്ഞു. കൂടാതെ ഈ പാട്ട് റിലീസ് ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ 75,000 വ്യൂസ് കണ്ടു. അപ്പം ഞാൻ അന്നേരം മസ്കറ്റിലാണ്, കാരണം ഞാൻ 7-ാം തീയതി മസ്കറ്റിൽ പോയി. എനിക്ക് അവിടെ 9-ാം തീയതി ഒരു ഗാനമേള ഉണ്ടായിരുന്നു. അപ്പം ഇത് റിലീസാവുന്ന 8-ാം തീയതിയാണ്. ഓക്കെ. അപ്പം ഞാൻ മസ്കറ്റിലിരുന്നാണ് ഇത് റിലീസായെന്ന് എൻ്റെ മക്കൾ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. കാരണം അവരൊക്കെ ഇത് യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് അവർക്കും ഫോളോ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ട്രെൻഡ് അറിയാം. അപ്പോഴാണ് ഞാനിത് ഇതിനകത്ത് കയറി കാണുന്നതും ഇത്രയും വ്യൂസ് വന്നതും. അതുപോലെ നെഗറ്റീവ് കമൻസ് ഇല്ല, വളരെ നല്ല അപ്രിസിയേഷനാണ് വന്നത്. അപ്പം എനിക്ക് മനസ്സിലായി കുട്ടികൾക്ക് താല്പര്യമായിട്ടുണ്ട്. അപ്പം നമ്മളിത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, ഇനി ഇതുപോലത്തെ പാട്ടുകൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു ബോധ്യം ഇപ്പം എനിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല പാട്ടുകൾ ഇതിലും ഉണ്ടാകാം, ഈ ന്യൂജനിലും ഉണ്ടാകാം. അതിൽ എന്നൊരു വിശ്വാസമാണ് ഇപ്പം എനിക്കുള്ളത്. ഹാപ്പിയാണ് സാർ, ഈ പാട്ടിൽ ഹാപ്പിയാണ്. തീർച്ചയായിട്ടും അത് അതിനകത്ത് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നമ്മൾ കൊടുക്കേണ്ടത് ഈ ടീമിനും അതേപോലെ വിഷ്ണുവിനും സുഹൈലിനുമാണ്. ഓക്കെ. അപ്പോൾ വിഷ്ണു വിജയ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറെ കുറിച്ച് പറഞ്ഞുതരും ഞങ്ങൾക്ക്. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള സാർ, ഇപ്പൊ ഒരു യങ് ജനറേഷൻ മ്യൂസിക് ഡയറക്ടർ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കഴിഞ്ഞ ജനറേഷനിലെ ഒരുവിധപ്പെട്ട ആൾക്കാരോടും എല്ലാം, അതായത് ജെറി മാഷ്, രവീന്ദ്രൻ മാഷ്, ജോൺസൺ മാഷ്, വെങ്കടേഷ്, ഈവൻ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ബോംബെ രവി, അദ്ദേഹത്തോട് പോലും നമുക്ക് സഹകരിക്കാനുള്ള ഭാഗ്യം കിട്ടി. പക്ഷെ ഈ യങ്സ്റ്റേഴ്സിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ 2003 ശ്രീ തമ്പി കണ്ണന്താനത്തിന്റെ പിന്നെ ഫ്രീഡം എന്ന് പറഞ്ഞ ചിത്രത്തിൽ പാടിയപ്പം ഒരു പുതിയ പയ്യനായിരുന്നു. ഇവിടെ RLB മ്യൂസിക് കോളേജിൽ പഠിച്ചിരുന്ന ഒരു പയ്യനായിരുന്നു. അയാളായിരുന്നു ന്യൂജനിൽ എനിക്കൊന്ന് ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിലുള്ളൊരു പാട്ട് ഞാൻ പാടിയത്. അത് പക്ഷെ കുറച്ച് മെലഡി ആയിരുന്നു. നമ്മുടെ മരിച്ചുപോയ വിഷ്ണു ആയിരുന്നു പിന്നെ ചിത്രത്തിലെ നായകൻ. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ആ പാട്ട് പാടിയത്. പക്ഷേ പാട്ട് മെലഡി ആയിരുന്നെങ്കിലും ഈ പറഞ്ഞാലേ കുറച്ച് വെള്ളമടിച്ച് പാടുന്ന ഒരു ശൈലിയിൽ വേണമായിരുന്നു ആ പാട്ട് പാടാൻ. അപ്പം ഈ പറഞ്ഞാൽ അവിടെ സ്റ്റുഡിയോയിൽ ചെന്നപ്പോഴാണ് എന്നോട് തമ്പിച്ചായൻ പറയുന്നത്, മോനെ അത് ഇപ്പം ആ പാട്ടിൻ്റെ പിന്നെ ലിറിക്സ് ഞാൻ വെറുതെ ഒന്ന് പാടി കേൾപ്പിക്കാം. ലിറിക്ക് നോക്കുമ്പം, രാവിന്റെ പാതിയിൽ സൂര്യനുദിച്ചാൽ പല മാന്യന്മാർ മോന്തണതെന്തൊരു കള്ള്, ഇങ്ങനെ പാടാം. പക്ഷെ പുള്ളി എന്നോട് പറഞ്ഞു, ഒന്ന് വെള്ളം അടിച്ച് പാടുന്ന പോലെ പാടണം. അപ്പോൾ ഓക്കെ നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെ പറഞ്ഞാൽ അധിക സമയമൊന്നും നമുക്ക് ഇല്ല അവിടെ കളയാനായിട്ട്. അപ്പോൾ വെറുതെ ഒരു ആ മാനറിസം ഓർത്തിട്ടങ്ങ് പാടി. രാവിന്റെ പാതിയിൽ സൂര്യനുദിച്ചാൽ പല മാന്യന്മാർ മോന്തണതെന്തൊരു കള്ള്, ഇങ്ങനെ ആ ഒരു മോഡുലേഷൻ വരുത്തിയാണ് അത് പാടിയത്. അപ്പം അന്ന് ഈ പയ്യനാണ് ആ ഒരു പാട്ടിന് എനിക്ക് മ്യൂസിക് ചെയ്ത് പറഞ്ഞു തന്നത്. പിന്നീട് ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ പാടുന്നത് മോഹൻ സിത്താരയുടെ ഈ കാലം പറഞ്ഞത് എന്ന സിനിമയിലാണ്. അത് പക്ഷേ ഒരു രാഷ്ട്രീയ പാട്ടാണ്. അത് ഭയങ്കര നമ്മുടെ സഖാക്കളേ എന്നുള്ള ആ ഒരു ശൈലിയിലുള്ള പാട്ടാണ്. അത് കാരണം ആ ഒരു മെലഡിയിലാണ് അത് പാടിയത്. പിന്നെ വന്നത് ഈ പ്രേമലുമാണ്. അപ്പോൾ പിന്നെ വിഷ്ണുവും അതേപോലെ സുഹൈലും രണ്ടുപേരും പറഞ്ഞു, ചേട്ടാ അത് ഞങ്ങൾ ട്രാക്ക് പാടി ഇട്ടിരിക്കുന്നതിൻ്റെ ഒരു സ്ലാങ് വെച്ച് ചേട്ടൻ അങ്ങ് പാടിയാൽ മതി. അപ്പം
ഈ ചായ പാനി തപ്പിലെ റോഡരികെ ആ ഒരു പാണ്ടി ശൈലി വരണം എന്നേ ഉള്ളൂ. അവർക്ക് ഉണ്ടല്ലോ ഓടാകെ അങ്ങനെ ഒരു ശൈലിയുണ്ട്, പ്രത്യേകിച്ചും തമിഴർക്കും തെലുങ്കർക്കും ഒക്കെ. അപ്പം അതൊന്ന് ഇതിലേക്ക് വന്നാൽ മതി, ബാക്കിയൊക്കെ ചേട്ടൻ്റെ ഇഷ്ടത്തിന് പാടിക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമുക്കൊരു ധൈര്യം എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഇതിലേക്ക് വന്നപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അപ്പം ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ബലം പിടുത്തം ഉണ്ടായില്ല. ഓക്കെ, ഇപ്പം ഞാൻ സീനിയർ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രായം കൊണ്ട് സീനിയർ ആയിരിക്കാം, പക്ഷെ അവരുടെ മനസ്സിലിരിക്കുന്നത് പോലെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ചില സംവിധായകരുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്നോട് പറഞ്ഞ ആ ഒരു സ്ലാങ്, ആ ഒരു ശൈലി അത് വന്നാൽ മതി, ബാക്കി ചേട്ടൻ്റെ ഇഷ്ടത്തിന് പാടിക്കുന്നു. അതെ, അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഒരു ധൈര്യം വന്നു. അത് മാത്രമല്ല, ഞാൻ എൻ്റെ മക്കളോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കുള്ള വ്യക്തിയാണ് പുള്ളിയുടെ പാട്ടുകളെല്ലാം ഹിറ്റാണ്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചിട്ടാണ് ഞാൻ അന്വേഷിച്ചു. അപ്പം സുഹൈലും ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പാട്ടുകളിൽ കൂടുതലും ഇവർ ഒരു ടീമാണ്, നല്ല ഒരു ടീം വർക്കാണെന്നൊക്കെ എൻ്റെ മക്കൾ തന്നെ പറഞ്ഞു എന്നോട്. അപ്പോൾ പിന്നെ എനിക്കും ഈ പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു ടീമിൻ്റെ കൂടെ പാടാനും സഹകരിക്കാനും ഉള്ളൊരു അവസരം കിട്ടുന്നത് വലിയൊരു സംഭവം തന്നെയാണ്, സന്തോഷമാണ്. 3000 കൂടുതൽ സ്റ്റേജ് ഷോസ് സാർ ചെയ്തിട്ടുണ്ട്, 20,000 കൂടുതൽ പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, 100 കൂടുതൽ സിനിമയിൽ പാടിയിട്ടുണ്ട്. സാറിൻ്റെ ഈ ഇത്രയും വർഷത്തെ ഒരു കരിയറിന്, സംഗീത കരിയർ അല്ലെങ്കിൽ പാട്ടുകാരൻ എന്നുള്ള കരിയറിനെ ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ KG മാർക്കോസ് എന്ന പാട്ടുകാരൻ എന്ത് പറയും? തീർച്ചയായിട്ടും സംഗീതത്തിൽ ഞാൻ സംതൃപ്തനാണ്. കാരണം എൻ്റെ അച്ഛനൊരു ഡോക്ടറായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ട്രഡീഷൻ എൻ്റെ ഫാമിലിയിലുണ്ട്. അച്ഛൻ്റെ അച്ഛനും ഡോക്ടറായിരുന്നു, അച്ഛൻ്റെ സഹോദരി ഡോക്ടറായിരുന്നു. അപ്പോൾ ആ ഒരു ട്രഡീഷൻ വെച്ച് ഞാനും ആ ഒരു ലൈനാണ് എടുക്കേണ്ടത്. പക്ഷേ എന്തോ എൻ്റെ ഗ്രാൻഡ് മദർ നന്നായിട്ട് പാടുമായിരുന്നു, അച്ഛൻ്റെ അമ്മ. അത് ആയിരിക്കാം ഒരു പക്ഷേ എന്നിലേക്ക് വന്നത്. അങ്ങനെ ഞാനിത് സെലക്ട് ചെയ്ത് രംഗത്ത് സംഗീതം എൻ്റെ ജീവിത മാർഗമായിട്ട് എടുത്ത് ഒരു റിസ്ക് എടുത്തു ഞാൻ, അത് സത്യമാണ്. പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് ഒരു 75-78 കാലഘട്ടത്തിലൊക്കെ തുച്ഛമായ കാശാണ് പ്രതിഫലം. അന്ന് ഒരുവിധം എന്താ പറയുക, കൊള്ളാവുന്ന വീടുകളിൽ നിന്ന്, ഞാൻ പറയുന്നത് ക്ഷമിക്കുക, മനഃപൂർവ്വമായിട്ട് ആൾക്കാർ വിടാറില്ല. പാട്ടിലും കലാരംഗത്തേക്ക് വിടാറില്ല. കാരണം മെയിനായിട്ടുള്ള ഒന്ന് ഈ തുച്ഛമായ റെമ്യൂണറേഷനാണ്. അതുകൊണ്ട് എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ബോധ്യമായിരുന്നു അന്നത്തെ ആളുകൾക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ രംഗത്ത് പോകുന്നവരൊക്കെ വഴിപഴിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് അയ്യോ ഇവൻ എവിടെ ആവും, എന്താവും എന്നൊക്കെയുള്ള ഒരു പേടി. അപ്പം അതുകൊണ്ട് റിസ്ക് എടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. പക്ഷെ ഞാൻ ആ റിസ്ക് എടുത്ത് ഞാൻ ഈ രംഗത്ത് വരികയാണ്. അപ്പം അന്നൊക്കെ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ കിട്ടുന്നത് 30 രൂപ, 35 രൂപ, അതൊക്കെ അന്നത്തെ ഒരു റേഞ്ച് അതാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് പാട്ട് മാത്രമായിരുന്നു. പക്ഷെ പിന്നെ റെമ്യൂണറേഷൻ ആയിരുന്നില്ല അന്ന് ഒരു മുഖ്യ ഘടകം. ഇതിനകത്തൂടെ എങ്ങനെങ്കിലും ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് സിനിമയിൽ വരണം. എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു സ്കെയിലായിട്ട് വെച്ചിരുന്നത് യേശുദാസാണ്. അപ്പോൾ യേശുദാസിനെ പോലെ ഒരു പാട്ടുകാരനാവണം, ഇതൊക്കെയായിരുന്നു ഉദ്ദേശം. അപ്പോൾ അതാകുമോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. നമ്മളങ്ങ് ഇറങ്ങി. പക്ഷെ സംഗീതം എന്നെ കൈവിട്ടില്ല. ഇപ്പോൾ ഈ 45 വർഷമായിട്ട് ഞാൻ ബിസിയായിട്ട് നിൽക്കുന്നു. 1, 2 പാടാനുള്ള ആ ഒരു ആർജവവും അതേപോലെ ബലവും ശാരീരികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എനിക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രായത്തിൽ എനിക്ക് റേഞ്ച് കുറച്ച് പാടാനോ അല്ലെങ്കിൽ സ്പീഡ് കുറച്ച് പാടാനോ, നന്നായിട്ട് നല്ല സ്പീഡിലൊക്കെ തന്നെയാണ് ചില പാട്ടുകളൊക്കെ തന്നെ പാടി ബലിപ്പിക്കാൻ ശ്രമിക്കാറ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ സംഗീതത്തിൽ സന്തോഷവാനാണ്. മാത്രമല്ല ദൈവകൃപയാൽ ഞാൻ പറഞ്ഞിട്ട് എല്ലാം ദൈവത്തിനെ ഞാൻ അർപ്പിക്കുകയാണ്. കാരണം ഇതിൽ നിന്ന് ഞാൻ വേറൊരു രീതിയിൽ പോകാമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഫെയ്റ്റലായിട്ടുള്ള 2-3 അപകടങ്ങളും അസുഖങ്ങളും ഒക്കെ ഇതിനിടയ്ക്ക് വന്നു പെട്ടു ഈ 45 വർഷത്തിനോടിടയിൽ. അപ്പോൾ അതിൽ നിന്നും എല്ലാം കരകയറി വീണ്ടും ആ രംഗത്ത് തന്നെ ഞാൻ തുടരാനുള്ള ഒരു സാഹചര്യവും ഈശ്വരനുണ്ടാക്കി. മാത്രമല്ല എൻ്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാം, ഞാൻ 2-3 വീടുകൾ ഉണ്ടായി, ഉപകരണങ്ങളുണ്ടായി, വണ്ടികളുണ്ടായി.
അപ്പൊ ഇതെല്ലാം ദൈവം എനിക്ക് തന്നു. അതൊക്കെ ഒരു സംഗീതത്തിലൂടെ തന്നെയാണ്. ദേവഗായകനാണ് മലയാളിയുടെ. ദേവഗായകൻ എന്ന് പറയാൻ കാരണം അത്രയും നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ് സാറിന്റെ ശബ്ദം. തീർച്ചയായിട്ടും ഞാൻ ഭക്തിഗാനങ്ങളാണ് ഇപ്പൊ സിനിമ അല്ലാതെ പാടിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് ഭക്തിഗാനങ്ങളാണ്. അതിൽ ഏതാണ്ട് ഒരു 10,000-ഓളം ക്രിസ്ത്യൻ പാട്ടുകളുണ്ട്, ഒരു 4,500 മാപ്പിളപ്പാട്ടുണ്ട്, 10,500 ഹിന്ദു ഡിവോഷണലുണ്ട്. ഇതെങ്ങനെ പാടാൻ പറ്റുന്നത്? പാടാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മൾ ഏതൊരു അച്ഛനെ അമ്മയെ അല്ലാതെ പിന്നെ നമ്മൾ വിളിക്കുന്നത് ദൈവത്തെയാണ്. ഓക്കെ അല്ലേ? ഇപ്പം ഒരു നല്ല ഒരു അടി കിട്ടി, അയ്യോ അമ്മേ എന്നല്ലേ നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഏത് ദൈവത്തെയാണോ നമ്മൾ വിളിക്കുന്നത് ആ ദൈവത്തിൻ്റെ ഒരു പേരായിരിക്കും നമ്മൾ ഓർക്കുക. അപ്പോൾ അതാണ് മനസ്സിൽ വരിക. ഒരു നല്ല അടി കിട്ടുമ്പം വരുന്ന ഒരു വേദനയോ അല്ലെങ്കിൽ നല്ല ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ ഉള്ളൊരു ഫീലോ ഒക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തെ ഓർക്കും, എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം ആ ഒരു മനസ്സിൽ അത് കിടക്കുന്നത് കൊണ്ട് കാരണം ഞാനും ഈ പറഞ്ഞ പോലെ ദൈവം എന്ന് പറയുന്നത് ഒരു രൂപമേ ഉള്ളൂ. അതിന് പല ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, ഇങ്ങനെ പല ഇതിൽ നമ്മൾ അവരെ ആരാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഒരു ശക്തിയേ ഉള്ളൂ. അല്ലാതെ ദൈവങ്ങൾക്കെല്ലാം പല ശക്തി ഉണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ തന്നെ ഇരുന്ന് അടിക്കത്തില്ല. അപ്പൊ നീ ഇങ്ങോട്ട് വാ. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കൊല്ലത്ത് താമസിക്കുമ്പം അവിടെ അൻസാർ ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിന് അടുത്തൊരു ലോഡ്ജുണ്ട്. അതൊരു യു ഷേപ്പിലാണ് ആ ലോഡ്ജിന്റെ ഘടന. അപ്പം നമ്മൾ മെയിൻ റോഡ് ഡോറ് കടന്ന് അങ്ങോട്ട് കയറുമ്പം ഈ രണ്ട് വശവും പിന്നെ പുറകുവശവും ഈ ഇതിനകത്തും ഇരിക്കുന്ന എല്ലാം ഓരോരോ മുറികളാണ്. ഓക്കെ. അപ്പോൾ അവിടെ നാടക കമ്പനിക്കാരുടെ ഓഫീസുകളുണ്ട്, ഗാനമേളക്കാരുടെ ഓഫീസുണ്ട്, കഥാപ്രസംഗക്കാരുടെ ഓഫീസുണ്ട്. അപ്പോൾ എല്ലാ മുറികളിൽ നിന്നും ഒരാളകത്തോട്ട് കയറുമ്പം വാ എന്ന് പറയും. കാരണം ഉത്സവത്തിന് ബുക്കിങ്ങിനുള്ള ഓഫീസുകളാണ്. അപ്പോൾ എല്ലാ മുറിയിൽ നിന്ന് ആൾക്കാർ വിളിക്കും. ഇത് ഏതിനാ വരുന്ന, ഗാനമേളയ്ക്കാണോ കഥാപ്രസംഗത്തിനാണോ നാടകത്തിനാണോ എന്ന് അറിയാതെയാണ് ഈ വിളിക്കുന്നത്. അപ്പം നമുക്ക് ഈ അകത്തോട്ട് കയറുന്ന ആളിന് ഈ 3 വശത്തു നിന്നുള്ള വിളികളാണ് വാ എന്ന് പറയുമ്പം. എന്ന് പറഞ്ഞാൽ ഈ ദൈവങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഇരുന്നുകൊണ്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഒരു ശക്തിയേ ഉള്ളൂ. ആ ശക്തിക്ക് നമ്മൾ പല പേരും പല രീതിയിൽ നമ്മൾ ആരാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ആ ശക്തിയിൽ വിശ്വസിക്കുന്നു. ആ ശക്തിയുടെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നതെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പാടുന്നത്. അപ്പം ഞാൻ പഠിച്ചു വന്ന ഇപ്പം ക്രിസ്തീയ വിശ്വാസത്തിലാകുമ്പം ഞാൻ പഠിച്ചു വന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ ബൈബിളിൽ പറയുന്ന കുറേ കാര്യങ്ങൾ. അപ്പം അത് ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ പാടുന്ന ഒരു പാട്ടിൻ്റെ ഫീൽ എന്താണ്, അതേസമയം ഞങ്ങളുടെ ഇതിൽ പറയുമ്പോൾ കഷ്ടാനുഭവ ആഴ്ച എന്ന് പറയും, ദൈവത്തിന് അതായത് ഈ ഈശോയെ ക്രൂശിൽ തറയ്ക്കുന്ന ആ സമയത്തുണ്ടാകുന്ന ഒരു 40-50 ദിവസത്തെ അത് വേറൊരു ഫീലാണ്. ഓശാനയുടെ സമയത്ത് ആ പാട്ടുകൾക്ക് വേറൊരു ഫീലാണ്. അങ്ങനെ ഓരോരോ ഫീല് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് പാടുകയാണ്. ഇപ്പോൾ സിനിമാ പാട്ട് പാടുമ്പോഴും നമുക്ക് ആ സിറ്റുവേഷൻ പറഞ്ഞു തരുന്ന പോലെയാണ് നമ്മൾ ആ പാട്ട് പാടുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പം മാപ്പിളപ്പാട്ട് പാടുമ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം അതിനകത്തും പല വേർഷൻസ് ഉണ്ട്. ഇപ്പം ബദർ യുദ്ധം, അതേപോലെ ഒപ്പനപ്പാട്ടുകൾ, അതേപോലെ സാധാരണ ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകൾ. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ഒക്കേഷൻ ചോദിച്ചിട്ട് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്താവുന്ന രീതിയിൽ അത് അതിനനുസരിച്ച് എടുത്തിട്ടാണ് പാടുന്നത്. അതുകൊണ്ടായിരിക്കാം ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഞങ്ങളുടെ ആൾക്കാർ പാടുന്നതിനേക്കാൾ നന്നായിട്ട് ചേട്ടൻ അറബി വാക്കുകളും മാപ്പിളപ്പാട്ടിൻ്റെ ആ ഫീലും കൊടുത്ത് പാടാറുണ്ട് എന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിന്ദു ഡിവോഷണൽ നമ്മൾ പാടുമ്പോഴും അത് കർണാട്ടിക് ബേസ്ഡാണ്. മിക്ക ഹിന്ദു ഡിവോഷണലും നമ്മൾ നോക്കുമ്പോൾ ഒരു ശാസ്ത്രീയമായ ഒരു ബേസിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഫീൽ എന്താണെന്നുള്ളത് ഏകദേശം ആ ഒരു രാഗത്തിൽ വരുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇത് ഇന്ന പോലെ പാടണം. അങ്ങനെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം എന്തോ ഒരു തൃപ്തി പൊതുവെ എനിക്കും അത് കേൾക്കുന്നവർക്കും ഉണ്ട്. ഏത് ഡിവോഷണൽ സോങ് ആണെങ്കിലും മാർക്കോസ് സാർ പാടിയാൽ അതിനൊരു ഫീൽ ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആദ്യമായിട്ട് എപ്പോഴാണ് സംഭവിച്ചതെന്ന് പറയണം. എനിക്കൊരു പാട്ടുകാരനാവണമെന്ന് സാറിന് തോന്നിയത് എപ്പോഴാണ്? ശരിക്കും പറഞ്ഞാൽ ഒരു 8 വയസ്സ് 9 വയസ്സ് മുതലേ ഞാൻ ഈ പാട്ടുകൾ കേട്ടിട്ട്, അതായത് ഞങ്ങളന്ന് താമസിച്ചിരുന്ന തിരുവനന്തപുരത്ത് കേശവദാസപുരത്താണ്. ഓക്കെ. അപ്പം അന്ന് എൻ്റെ വീടിൻ്റെ 3ാമത്തെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സലീം തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്ററാണ്. ഒരു വ്യക്തിയുടെ ആയിരുന്നു ഇതെല്ലാം.
അപ്പോൾ അവിടുന്ന് കേട്ട പാട്ടുകൾ കേട്ടിട്ടാണ് ഞാൻ പാടി തുടങ്ങിയതും. പിൽക്കാലത്ത് അത് എനിക്ക് ഉപകാരപ്പെട്ടത് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ആ പാട്ടുകളുമാണ്. അപ്പോൾ പാട്ടുകാരനാകണമെന്ന് മനസ്സിൽ പിന്നെ ഒരു പാട്ട് മതി എന്ന് തീരുമാനിച്ചത് 1972 കാലഘട്ടത്തിലാണ്. യേശുദാസിനെ ആദ്യമായിട്ട് കാണുമ്പോഴാണ്. അപ്പം അതിന്റെ അടുത്ത ചോദ്യം ഏതായിരുന്നു? ഏറ്റവും ആദ്യം ദാസേട്ടനെ കണ്ടത് എപ്പോഴാണ്? 10ാം ക്ലാസ്സിന് മറ്റേ പഠിക്കുമ്പോഴാണ്. എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ വരുമായിരുന്നു, കൊല്ലത്ത് ഞങ്ങൾ താമസിക്കുമ്പോൾ. അപ്പം അന്ന് അതുവരെ ഇദ്ദേഹത്തിന്റെ പടങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പം നേരിട്ട് കാണാനും എന്നെ വിളിച്ചിരുത്തി 2-3 പാട്ട് അദ്ദേഹം പാടിച്ചു. അപ്പം അഭിപ്രായം പറഞ്ഞു, നല്ല നല്ല ശബ്ദമാണ് നിന്റെ, പക്ഷെ ഈ രംഗത്ത് വരണമെങ്കിൽ കുറെ കഷ്ടപ്പെടണം എന്നിങ്ങനെ പറഞ്ഞെടുത്ത്. അതെ. അപ്പൊ ആ ഒരു തീരുമാനം എടുക്കുന്നത് അന്നാണ്. അപ്പം അന്ന് സംഗീതം പ്രൊഫഷണലി പഠിച്ചിട്ടില്ല. അന്ന് പഠിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രീ ഡിഗ്രിയും കഴിഞ്ഞിട്ടാണ് ഞാൻ 18 വയസ്സ് ഒക്കെ ആയപ്പോഴാണ് സംഗീതം പഠിക്കാൻ തുടങ്ങിയത്. ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് ഷോ ഏറ്റവും ആദ്യം പാടുന്നത് എനിക്ക് തോന്നുന്നു വർക്കല FACTയുടെ വർക്കലയിലെ ഒരു ഷോറൂം അവർ ആരംഭിച്ചപ്പം, വർക്കലയല്ല, പിന്നെ ചവറ പാലം കഴിയുമ്പം ഒരു ഷോറൂം അവിടെ തുടങ്ങിയപ്പോൾ അതിന്റെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണ് ആദ്യം 500 രൂപയ്ക്കാണ് ആ പരിപാടി ഞാൻ പാടിയത്. ഏത് പാട്ടായിരുന്നു അന്ന്? അന്നത്തെ ഏറ്റവും നല്ല പാട്ടെന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലെ പാട്ട്. ഇപ്പം പിന്നെ കിനാവിലേതൻ തോട്ടം, ശ്രുതിയിൽ നിന്നുയരും, പാവാട വേണം, മേലാട വേണം, അങ്ങനെയുള്ള കുറെ പാട്ടുകളാണ് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ പാടിയത്. അന്നത്തെ നാട്ടിൽ അറിയപ്പെടുന്ന ഗായകൻ ആയി മാറിയായിരുന്നു ആ സമയമായപ്പോഴേക്കും. തീർച്ചയായിട്ടും. കാരണം ഒരു ആൾക്കാരാണല്ലോ തീരുമാനിക്കുന്നത് ഒരാളെ, ഒരു പ്രത്യേകിച്ച് ഒരു കലാകാരൻ, പാട്ടുകാരൻ. ഇപ്പം നടനോ നടിയോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് പേരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇത് ഒരാളിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ആ ആളിനെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും. അപ്പം അന്ന് അവിടെ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം നടത്തിയിരുന്നതും അഭിപ്രായം ഉണ്ടായിരുന്നതും ശ്രീ ഇടവ ബഷീറാണ്. അപ്പൊ ബഷീറിനോടൊപ്പം ഈ പറഞ്ഞ പോലെ ഈ രംഗത്ത് ഞാൻ വരുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഒരാൾ യേശുദാസിനെ പോലെ പാടുന്ന ഒരാളുണ്ട് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരാനായിട്ട് സാധിച്ചു. ആദ്യമായിട്ട് സാർ സിനിമയിൽ പാടിയത് കന്നിപ്പൂമാനമാണോ? തീർച്ചയായിട്ടും. ഞാൻ സിനിമാ പാട്ടെന്നുള്ള രീതിയിൽ ആദ്യം പാടിയത് ശ്രീ ജോൺസൺ മാഷിന്റെ സംഗീതത്തിലാണ്. അത് 1981 നവംബർ 24 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, നവംബർ 24. അന്നത്തെ അവസ്ഥ എന്തായിരുന്നു? അന്ന് ഈ പറഞ്ഞ പോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം മാഷിനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും നേരത്തെ 1-2 പരിപാടികൾക്ക് തൃശ്ശൂർ വെച്ചിട്ട് പിന്നെ അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന ചില ട്രൂപ്പുകളുണ്ട് അവിടെ. അപ്പോൾ അവരുടെ ഒരു ആനുവൽ ഡേ ഫംഗ്ഷൻ പോലെ എന്തോ ഒരു ഫംഗ്ഷനാണ് ഞാൻ ആദ്യം മാഷിനെ കാണുന്നത്. പക്ഷെ അന്ന് സമയമായപ്പോൾ പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ കണ്ടക്ട് ചെയ്യാൻ മാത്രം സ്റ്റേജിൽ വന്നേ ഉള്ളൂ. പക്ഷെ മദ്രാസിൽ ചെന്ന് ഈ കേൾക്കാത്ത ശബ്ദത്തിൻ്റെ ഓഡിഷന് ഞാൻ ചെല്ലുമ്പോഴാണ് അദ്ദേഹമായിട്ട് കൂടുതലായിട്ട് സംസാരിക്കാനും എന്നെ കൊണ്ടൊരു ഈ പറഞ്ഞല്ലേ 2-3 റേഞ്ചിൽ, താഴെ ലോ പിച്ചിൽ, ഹൈ പിച്ചിൽ, മീഡിയം റേഞ്ച്, ഇങ്ങനെ ഒരു 3-4 റേഞ്ചിൽ എന്നെ കൊണ്ട് പാടിച്ചിട്ടാണ് പുള്ളി ഓക്കെ പറഞ്ഞത്. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ഈ പറഞ്ഞാൽ കൂടുതലായിട്ട് കാണുന്നതും. എന്നാൽ ഒരുപാട് അങ്ങ് ഇടപെടാനെന്നുള്ളൊരു സമയവും സന്ദർഭവും ഒന്നും കിട്ടിയിട്ടുമില്ല. കാരണം ഞാൻ ന്യൂ കമറാണ്, അദ്ദേഹം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചു, എന്നോട് പറഞ്ഞു നിൻ്റെ വോയിസൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, കുറച്ചും കൂടെയൊക്കെ ഈ പറഞ്ഞല്ലേ ഇതിലേക്ക് വരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തണം എന്നൊക്കെയുള്ള കുറച്ച് ഉപദേശങ്ങളൊക്കെയാണ് അന്ന് തന്നത്. മാപ്പിളപ്പാട്ടിൻ്റെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ഗായകനും കൂടിയാണ് സാറ്. സാറ് പാടിയ മാപ്പിളപ്പാട്ടുകളിൽ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് 1-2 പറയാൻ പറ്റുമോ? തീർച്ചയായും. കാരണം എനിക്കിത് ഈ പറഞ്ഞല്ലേ ഒരു ചെറുപ്പം മുതലേ ഒരു ഹരമായിരുന്നു. ഈ മറ്റ് ഭാഷകളിൽ പ്രത്യേകിച്ചും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നതൊക്കെ ചിലതൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹം ചെറിയ പ്രായം മുതൽ ഉണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ ദാസേട്ടൻ തന്നെയാണ് എൻ്റെ പ്രചോദനം. കാരണം ഞാൻ അദ്ദേഹത്തെ 72 പരിചയപ്പെടുമ്പം തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ, അതേപോലെ കൊല്ലത്ത് നടന്ന 1-2 ഗാനമേളകളിലൊക്കെ അദ്ദേഹം മറ്റ് ഭാഷകളിലെ പാട്ടുകൾ പാടുമ്പോൾ എനിക്കും അത് പാടുക കൊള്ളാമല്ലോ എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് അദ്ദേഹം അന്ന് പാടിയ കന്നഡയിൽ പാടിയൊരു പാട്ടുണ്ട്. അത് സുശീലാമ്മ പിന്നീട് മലയാളത്തിൽ പാടിയിട്ടുണ്ട്.
ഒന്നാം തുമ്പി നീ ഓടിവാ. ഒന്നാം തുമ്പി നീ ഓടിവാ, ആ പാട്ടിൻ്റെ കന്നഡ വേർഷനുണ്ട്. ജോ ജോ ലാലി നാടുവേ ಚಿನ್ನ ನಿನ್ನ ಮುದ್ದಾಡುವೆ ಹೂವಂತೆ ಕನಸು ತಾಮೂಡಿ ಬರಲಿ ನಗುವ ಅಳುವ കണ്ണല്ലി ഇന്ദു. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം അന്ന് പാടുമ്പം എനിക്കിത് പാടാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് ട്രൈ ചെയ്യണമെന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. അതേപോലെ ആ കാലഘട്ടത്തിലാണ് മറ്റേ ഇത് പാടിയത്, ഔവാഫി ചാനത്ത് ഹയ്യർ ഔവാഫി ഔവാഫി ചാനത്ത് ഖബ്ബർ ഔവാഫി മുലഖ്ദ് വനസ്വാൻ മിന്നുദ്ദമാൻ അക്ബർ ഔവാഫി ചാനത്ത് ഹയ്യർ ഔവാഫി ചാനത്ത് ഖബ്ബർ. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ അന്ന് കേൾക്കുമ്പോൾ ഇതുപോലൊക്കെ പാടാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. പിന്നീട് അത് ട്രൈ ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഇതിൻ്റെ യഥാർത്ഥ ഉച്ചാരണവും, ഇപ്പം ഞാൻ പാടിയതാണ് ഏതാണ്ട് യഥാർത്ഥ ഉച്ചാരണം. പക്ഷെ അന്ന് നമ്മൾ കേൾക്കുമ്പം ഔവാപ്പി എന്നൊക്കെ കേൾക്കുന്നത്, ഔവാപ്പി ചാനത്ത് ഹയ്യർ എന്നൊക്കെ അന്ന് കേട്ടോണ്ടിരുന്നത്. പക്ഷെ ഞാനത് പിന്നീട് ഗൾഫിൽ ചെന്ന് ഇതുപോലെ 85 കാലഘട്ടത്തിൽ പാടുമ്പം അവിടുത്തെ ചില ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഔവാപ്പി അല്ല ഔവാഫി ആണ്. അപ്പം അതിൻ്റെ ഉച്ചാരണം അപ്പം പിടികിട്ടി. ഔവാഫി ചാനത്ത് ഹയ്യർ ഔവാഫി ആണ്, ഔവാപ്പി അല്ല. അപ്പം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പിന്നീട് മനസ്സിലാക്കാൻ പറ്റി. അപ്പം ആ ഒരു ആഗ്രഹം അന്നും ഇന്നും ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് പിന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്, മാപ്പിളപ്പാട്ട് പ്രത്യേകിച്ചും അതിലെ ഉച്ചാരണങ്ങൾ. ഇപ്പം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്ന ഒരു വാക്ക് അള്ള എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ ആയും ളായുമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പം അള്ള എന്ന് പറയാൻ പാടില്ല, അള്ള എന്ന് പറഞ്ഞാലേ അത് കറക്റ്റ് ഉച്ചാരണം ആവത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറേ സംസം എന്നൊരു വാക്ക് ഒരു ഭാഷയിലും ഇല്ല. അപ്പം ആ സായിക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം മലയാളത്തിൽ എഴുതുമ്പോൾ സാന്ന് എഴുതാൻ പറ്റും, സംസം എഴുതിയാൽ പോയി. അത് സാ എന്നുള്ളത് ഇസഡിന്റെ ഒരു ശബ്ദമാണ്. അപ്പം ആ സായ എഴുതിയിട്ട് അതിന്റെ മേലെ ഇസഡ് എന്ന് എഴുതുമ്പോൾ അതിന്റെ ഉച്ചാരണം വരുന്ന കിട്ടി. അപ്പം അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കൃത്യമായിട്ട് നോക്കി പാടുന്നതുകൊണ്ടായിരിക്കാം അവർ ഈ പറഞ്ഞ പോലെ മാപ്പിള സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ എന്നോട് പറയാറുണ്ട്, ഞങ്ങളുടെ ആൾക്കാർ പാടുന്നതിലും കൃത്യമായിട്ട് സാറ് പാടും. അപ്പം അങ്ങനെ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പം ഞാൻ അത് തന്നെയല്ല, പാടാൻ വരുമ്പോൾ ഞാൻ ചോദിക്കും ഇതിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഈ പാട്ടുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ് പാടുന്നത് പലപ്പോഴും. അപ്പൊ അങ്ങനെ കുറെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഓർമ്മ വരുന്ന രണ്ട് പാട്ട് പറയാൻ എനിക്കിഷ്ടം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഒന്ന്, ഒരു അറബിക് ടച്ചുള്ള ഒരു പാട്ടുണ്ട്. ഉമ്മത്തിൻ വസീല വസീല ദീൻ വസീല ഇമ്പപ്പൂ റിസാല റിസാല ദീൻ റിസാല ആരംഭ റസൂല റസൂലേ യാ റസൂലേ ഉമ്മത്തിൻ വസീല വസീല ദീൻ വസീല ഇമ്പപ്പൂ റിസാല റിസാല ദീൻ റിസാല. പിന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ട്, പനിലാ പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ പോരിശയേറിടും ത്വാഹതൻ കൺമണി പൂരിതനൂറ് പൂമകൾ ഫാത്തിമ പാരിലേ നാരിമാർ ആകയിൽ മാതൃക പാരിലേ നാരിമാർ ആകയിൽ മാതൃക പൂവിയാൾ ഹാഷിം പൂമകൾ ഫാത്തിമ. ഇത് ഒരുപാട് പുതിയ വേർഷൻസ് ഒക്കെയാണ് പിന്നെ വന്നത്. ഇതേപോലുള്ള ഒരു ശൈലിയിൽ ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട്. മാപ്പിളപ്പാട്ടിൽ പിന്നെ അങ്ങനെ ഒരു ശൈലി ഉണ്ട്, ഒരേ പാട്ടിന്റെ ശൈലിയിൽ ഒരുപാട് പാട്ടുകൾ. ഇത് ഒരുപാട് പേര് പിന്നെ പാടിയിട്ടുണ്ട്, പുതിയ ഗായകർ ഉണ്ട്. ഇത് ഞാൻ സോളോ ആയിട്ടും പാടിയിട്ടുണ്ട്. അതേപോലെ രഹന എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു അന്ന് എൻ്റെ കൂടെ ഇത് പാടിയത്. ഓക്കെ, ഇപ്പം ദാസേട്ടൻ ഗാനഗന്ധർവനാണെങ്കിൽ
KG മാർക്കോസ് ആരാണ്? ഞാൻ സംഗീതത്തിൽ ഒന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ ഈ 45 വർഷം കൊണ്ടാണ് ഇച്ചിരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് പാടുന്ന പാട്ട് സിമ്പിളായിട്ട് പാടാൻ പറ്റുമെന്നുള്ള കാര്യം അനുഭവത്തിൽ കൂടെയാണ് ചിലപ്പം പഠിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ഈ മൃഗങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കടന്ന് കഷ്ടപ്പെടും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ തൊണ്ട ഇപ്പൊ സംഗതികൾ എന്നതിന് പറയാം. പ്രത്യേകിച്ച് നമ്മുടെ ശരത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ സംഗതിയാണ്. അപ്പം ഈ അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ തൊണ്ട വെറുതെ ഒന്ന് അനക്കിയാൽ മതിയാവും. ചിലപ്പോൾ ചുണ്ട് വെറുതെ ഒന്ന് അനക്കിയാൽ മതിയായിരിക്കും, അല്ലെ താടി വെറുതെ ഒന്ന് അനക്കിയാൽ മതിയായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ പിന്നീട് ആ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ നമുക്കത് ഇത് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വരുമ്പോഴാണ് പഠിക്കുന്നത്. അപ്പം അങ്ങനെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കാരണം ഞാൻ എന്തെങ്കിലും ആണെന്നുള്ളൊരു ധാരണ എനിക്കിപ്പോഴും ഇല്ല. കാരണം ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. ദാസേട്ടൻ ഫാൻ ആണെന്ന് എനിക്കറിയാം. എത്ര വലിയ ഫാനാണ്? അത് സംഗീതത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാം പിന്നെ എന്താ പറയുക അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നതാണ്. കാരണം ശബ്ദം, പിന്നെ ഈ പറഞ്ഞ പോലെ അതിനകത്ത് വരുന്ന വികാരങ്ങളുണ്ട്, ഒരുപാട് വികാരങ്ങളുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. സംഗീതത്തെ പറ്റി പറയുമ്പോൾ 3 സ്ഥായിലും, അതായത് ഹാർമോണിയം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 3 സ്ഥായിയാണ്. സരിഗമ പദനി, സരിഗമ പദനി, സരിഗമ പദനി, അങ്ങനെ 3 സ്ഥായിൽ 3 ഒക്ടേവ് ആയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ആ മിഡിൽ സ്ഥായിൽ നമ്മളൊരു പാട്ട് അല്ലെങ്കിൽ ഒരു രാഗം പാടുകയാണെങ്കിൽ അതിൻ്റെ ഹയർ ഒക്ടേവ്സിലും അതിൻ്റെ ബേസിലും പോകാനായിട്ട് സാധിക്കുന്ന രീതി ഞാൻ കണ്ടിരിക്കുന്നത് ദാസേട്ടന് മാത്രമാണ്. ഒന്നിൽ ചിലർക്ക് ഹയർ നോട്ട് മാത്രമേ കാണുള്ളൂ, ചിലർക്ക് ബേസിൽ നിന്ന് അങ്ങോട്ട് മേലോട്ട് പോകാൻ പറ്റത്തില്ല, ബേസ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ശബ്ദ സംവിധാനം എനിക്ക് പുള്ളിയുടെ തൊണ്ടയിൽ കണ്ടിട്ടുള്ളൂ. കാരണം അതുകൊണ്ടാണ് രവീന്ദ്ര മാഷൊക്കെ അദ്ദേഹത്തെ കൊണ്ട് പ്രമദവനം പോലെയൊക്കെയുള്ള പാട്ടുകൾ പാടിപ്പിച്ചിരിക്കുന്നത്. അതിലിതുണ്ടോ ഈ പറഞ്ഞ പ്രമദവനം എന്ന് പറയുന്ന ആ തുടക്കം തന്നെ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൾ നിറയുമ്പോൾ ആ ഭാഗത്തൊക്കെ നിറയും എന്നൊക്കെയുള്ള സംഗതികളൊക്കെ കൃത്യമായിട്ട് ആ ഒരു ഒഴുക്കോടുകൂടി വരുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. ഒന്ന് ഈ പറഞ്ഞല്ലേ ദാസേട്ടനിൽ മാത്രമാണ്. 2 ഈ പറഞ്ഞല്ലേ അത് അതിൻ്റെ ഹയർ നോട്ട്സ് വരുമ്പം ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ കവിയുടെ ഗാനരസാമൃതലഹരിയിൽ ഒരു നവകനക കിരീടമിതണിയുമ്പോൾ ഇന്നിതാ അതാ മറ്റേ ഹയർ ഒക്ടേവ്സിലോട്ട് പോയി പ്രമദവനം. അപ്പോൾ അത് വീണ്ടും താഴേന്ന് ആയി. അപ്പോൾ അത് ഈ 2 സ്ഥാനവും കൃത്യമായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു ശബ്ദം ദാസേട്ടനാണ്. തീർച്ചയായിട്ടും പാട്ടുകാരിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒന്നാണ്. ഇപ്പം മുഹമ്മദ് റഫീ സാറ് അദ്ദേഹം പാടുമ്പോൾ ഏറ്റവും സ്വീറ്റായിട്ടുള്ള ശബ്ദമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ബാസ് നോട്ട് അത്ര ക്ലിയർ അല്ല. ഇപ്പം യേശുദാസ് ഭഗവാൻ പാടിയാൽ എങ്ങനെ ഇരിക്കും? ഭഗവാൻ ഭഗവാൻ എന്ന ആ ബേസ് നോട്ട് കൃത്യമായിട്ട് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. അപ്പം റഫീ സാബ് പാടുമ്പം ഈ പറഞ്ഞ ആ ഭഗവാൻ എന്നുള്ള ആ ഒരു ശബ്ദം നമുക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് കിട്ടത്തില്ല. പക്ഷെ മേലോട്ട് പോകുമ്പോഴത്തേക്കും പുള്ളി ഈ പറഞ്ഞാലേ അതിൻ്റെ ഏറ്റവും സ്വീറ്റായിട്ടുള്ള ഇതിലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ക്വാളിറ്റി ഉണ്ട് ഗായകരിൽ. അപ്പം ഞാനത് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് ആ ബാസിൻ്റെ ഒരു ഗാംഭീര്യവും അതേപോലെ ആ റേഞ്ചിൻ്റെ ഒരു സുഖവും. അത് രണ്ടും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിരിക്കുന്നത് കൂടുതലും ദാസേട്ടനിലാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ദാസേട്ടൻ അത്ര ഇഷ്ടപ്പെടുന്നു KG മാർക്കോസ് എന്ന ഗായകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ, അദ്ദേഹത്തിൻ്റെ പാട്ടിനെ, അപ്പോൾ 10ാം വയസ്സിൽ അദ്ദേഹത്തിന് നേരിട്ട് കണ്ടപ്പം പ്രചോദനം ഉണ്ടായി. പിന്നെ നാട്ടുകാർ പറഞ്ഞു യേശുദാസിനെ പോലെ പാടുന്നൊരു പാട്ടുകാരൻ വരുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ്? നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്?
ചെറിയ പ്രായത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ എന്നോടൊരു എന്തോ ഒരു വാത്സല്യമോ എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ അതുപോലെ അദ്ദേഹത്തെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അന്നും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു വാത്സല്യം എന്നോട് ഉണ്ടായിരുന്നു. പിന്നീട് എനിക്കൊന്ന് തിരക്ക് കൂടിയ സമയത്ത് ഞങ്ങൾ തമ്മിലുള്ള കാഴ്ചകൾ കുറഞ്ഞു. ഒന്ന്, ഈ സുധാരൻ വീട്ടിൽ വരുന്ന ആ ഒരു കാലം ആയിരുന്നു ഏറ്റവും കൂടുതൽ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളത്. പിന്നെ സുധാരൻ ചേട്ടൻ അവിടുന്ന് ട്രാൻസ്ഫറായി പോയി. കൊല്ലത്ത് നിന്ന് അദ്ദേഹം ട്രാൻസ്ഫർ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു കൊല്ലത്തിരിക്കുമ്പോൾ. പിന്നെ സൂപ്രണ്ടിങ് എഞ്ചിനീയറായിട്ടൊക്കെ അദ്ദേഹം റിട്ടയർ ചെയ്തു. അപ്പോൾ ആ സമയത്ത് പിന്നെ കാഴ്ച ഇല്ലാതായി. വല്ലപ്പോഴും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുന്ന ഒരു രീതിയിലേക്ക് വന്നു. പിന്നീട് ഞാൻ സിനിമയിലേക്ക് വന്നു. അപ്പം ഈ ദാസേട്ടനെ സംബന്ധിച്ചുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 8-10 പേര് എപ്പോഴും ഇങ്ങനെ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ചിലപ്പോൾ ചുമ്മാ ഇങ്ങനെ കൂടെ നിൽക്കുന്ന കുറേ പേരുണ്ട്. അപ്പം ഇവരായിരിക്കാം ഒരു പക്ഷേ ഒരു പരിധിവരെ ചെന്നിട്ട് ദാസേ അവൻ്റെ അങ്ങനെ പറഞ്ഞു കേട്ടോ, അപ്പോൾ ഒരു 10 പ്രാവശ്യം അവനങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ഫീല് ആർക്കായാലും തോന്നും, എനിക്കായാലും തോന്നും. അപ്പം ആ ഒരു ചെറിയൊരു അകൽച്ച ഇടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ചില സമയത്ത്. അങ്ങനെ അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പൊതുവെ കോമൺ ആയിട്ട് പറഞ്ഞാണെങ്കിലും നമുക്കറിയാം അത് നമ്മളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ അതിന് ഞാൻ കാരണം എന്നെ അരികേറ്റാൻ ഇതുപോലെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ വിശ്വാസം ഇങ്ങനെ പറഞ്ഞു കേട്ടോ നിങ്ങളെ പറ്റി എന്ന് പറഞ്ഞപ്പം സ്വാഭാവികമായിട്ട് അന്നേരം വന്ന ഒരു സ്പോണ്ടേനിയസ് ആക്ഷൻ എന്നുള്ള രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ദാസേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതുപോലത്തെ വേഷമാണ് KG മാർക്കോസ് സാർ ഇടുന്നതെന്ന് പറയാറുണ്ട്? അത് തീർച്ചയായിട്ടും അത് ഞാൻ കണ്ടിന്യൂ ചെയ്തത് അദ്ദേഹത്തിനോടുള്ള ആ ഒരു താല്പര്യം കൊണ്ട് തന്നെയാണ്. മാത്രമല്ല സ്റ്റേജിൽ കിട്ടുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ സ്റ്റേജിൽ പല കളറിൽ കുറേ പേരിങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കളറൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്നു. പക്ഷെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്രയിൽ ഒരു 8-10 പേര് മെറൂൺ കളറിലുള്ള ഷർട്ടും ടീം മൊത്തം. ഇതിൻ്റെ നടുക്ക് യേശുദാസ് എന്ന വ്യക്തിയും സുജാതയും 72-73 കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. തൂവെള്ള വസ്ത്രത്തിൽ നിൽക്കുമ്പം കിട്ടുന്ന ഒരു കണ്ണിനുള്ളൊരു സുഖം. അപ്പോൾ അത് കഴിഞ്ഞങ്ങോട്ട് ഇടയകനിക്കുന്ന തുടങ്ങുമ്പം വരുന്ന നമുക്ക് കിട്ടുന്ന ഒരു ബലമുണ്ട്. അത് എൻ്റെ മനസ്സിൽ അങ്ങനെയാണ്. ഈ മെറൂൺ കളറിലുള്ള ഒരു ഓർക്കസ്ട്ര ടീമിൻ്റെ നടുക്ക് വെള്ള വസ്ത്രത്തിൽ 2 പേര് നിന്ന് പാടുന്നു. അപ്പോൾ ആ കണ്ണിന് കിട്ടിയ ഒരു സുഖമാണ് എനിക്ക് അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാനിടയാക്കിയത്. കാരണം എൻ്റെ അച്ഛൻ ഡോക്ടറായിരുന്നു. അപ്പോൾ 1930-35 കാലഘട്ടത്തിലൊക്കെ ഈ ആതുര സേവന രംഗം എന്ന് പറയുന്നത് ഒരു സഹാനുഭൂതിയുടെ ഒരു സ്ഥലമാണ്, ഒരു രംഗമാണ്. അതായത് രോഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ദയനീയമായ ഒരവസ്ഥയാണ്. അപ്പോൾ അതിനെപ്പറ്റി പിന്നെ ഈ ആതുര സേവന രംഗത്തെപ്പറ്റി പണ്ട് എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പറ്റി ഒരു പാഠം തന്നെ ഉണ്ടായിരുന്നു പഠിക്കാൻ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഹൃദയത്തിൻ്റെ നിർമ്മലത കാണിക്കുന്ന വസ്ത്രമായിട്ടാണ് വെച്ചിരിക്കുന്നത് വെള്ളവസ്ത്രം. അപ്പം ഫ്ലോറൻസ് നൈറ്റിംഗേൽ ശുഭ്രവസ്ത്രധാരിയായിട്ട് ഒരു മെഴുകുതിരിയും കത്തിച്ച് പിടിച്ച് വരുന്ന ഒരു പാഠ്യഭാഗമുണ്ട്. അപ്പം അത് മനസ്സിലിങ്ങനെ ഉണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എൻ്റെ ഫാദറൊക്കെ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു വ്യക്തിയാണ്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തുടങ്ങിയ കാലം മുതൽ 1950 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പേ കൽക്കട്ടയിൽ പോയി പഠിച്ചു വന്നൊരു വ്യക്തിയാണ് എൻ്റെ ഫാദർ. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ തന്നെ പെട്ട ഡോക്ടർമാരിൽ പെട്ട ഒരാളാണ്. അപ്പോൾ അവരൊക്കെ അന്ന് ഞാൻ കണ്ടിരിക്കുന്നത് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, പിന്നെ അറ്റൻഡർമാർ എല്ലാവരും വെള്ളയായിരുന്നു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഞാൻ പല പ്രാവശ്യം പോയിട്ടുള്ളത് എൻ്റെ ചെറിയ പ്രായത്തിൽ. അന്നൊക്കെ ഇന്നത്തെ പോലെ ആയിരുന്നില്ല. നഴ്സുമാരൊക്കെ ഫ്രോക്കായിരുന്നു, സ്റ്റോക്കിങ്സ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും വെള്ള വസ്ത്രധാരികളായിരുന്നു. ഇന്നാണിപ്പോൾ പാൻറ്റും പല കളറിലുമൊക്കെ നമ്മൾ നഴ്സും നീലയും റോസും ഒക്കെ ആയിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു ഫീല് മാറി ഇന്ന്. അപ്പോൾ അത് ഫോളോ ചെയ്ത് ആ ഒരു മനസ്സിൻ്റെ നിർമ്മലത കാണിക്കുന്ന വസ്ത്രം എന്നുള്ള രീതിയിൽ തൂവെള്ള വസ്ത്രമായിരുന്നു എൻ്റെ ഫാദറും, വെള്ള ഷർട്ടും വെള്ള പാൻറ്റും. അപ്പം എനിക്കും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ അനിയനും, ഞങ്ങളൊക്കെ 2 വയസ്സിൻ്റെ വ്യത്യാസത്തിലാണ് 3 പേരും. അപ്പം ഞങ്ങൾക്കും കൂടെ അച്ഛന് വെള്ളം എടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കും കൂടെ വെള്ളം എടുത്തു തരും. പിന്നെ 2 അന്നത്തെ സ്കൂളുകളിലെല്ലാം വെള്ള ഷർട്ടും കാക്കി നിക്കർ അല്ലെ നീല നിക്കർ,
ഇതായിരുന്നു മിക്ക സ്കൂളുകളിൽ. ഇന്നത്തെ പോലെ കളർ യൂണിഫോം അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വെള്ള അന്നേരവും ഉണ്ട്, നിക്കർ മാത്രമേ അന്നേരം വ്യത്യാസം വരുന്നുള്ളായിരുന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞ് 9ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ സ്കൂൾ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ആയിരുന്നു. ആ സമയത്താണ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ദാസേട്ടനെ കാണുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ പുള്ളി പിന്നെ കംപ്ലീറ്റ് വെള്ള, ചെരുപ്പും വെള്ള, വാച്ചും വെള്ള. ഞാൻ വെള്ള ഷർട്ടും വെള്ള പാൻറ്റും ഉള്ളൂ. കാരണം നമുക്ക് വെള്ള ചെരുപ്പൊന്നും കിട്ടാൻ അന്ന് മാർഗവും ഇല്ല. കാരണം ഇവിടെ കേരളത്തിൽ കിട്ടത്തില്ല, പ്രത്യേകിച്ച് എറണാകുളത്ത് പോലും കിട്ടത്തില്ല. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ വെള്ളയാണ്, വെള്ള ഷർട്ടും വെള്ള പാൻറ്റുമാണ്. അപ്പോൾ ഇദ്ദേഹം വെള്ളയാണ്. അപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എൻ്റെ ആ ഒരു മനസ്സിലുള്ള ഒരു ഫിഗറുണ്ട്. ആ ഫിഗർ പിന്നീട് ഞാൻ പ്രാബല്യത്തിലാക്കി, അത്രേ ഉള്ളൂ. ആ ഇഷ്ടമാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അതെ, ഇപ്പൊ 52 വർഷമായിട്ട് ഞാൻ വെള്ളവസ്ത്രമാണ്. അടിപൊളി. KG മാർക്കോസ് എന്ന പാട്ടുകാരന്റെ ചില പാട്ടുകൾ ഞാൻ പ്ലേ ചെയ്യാൻ പോകണം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ സാറിന് എന്താണ് ഓർമ്മ വരുന്നത്? ഇതിലെ ഏറ്റവും സാറിന് ഇഷ്ടമുള്ള 2 വരി നമുക്ക് പാടിത്തരാണെങ്കിൽ? തീർച്ചയായും തീർച്ചയായും. പാട്ട് ഏതാന്ന് കിട്ടിയ ഇതിലെ ഫേവറേറ്റ് ഭാഗം ഉണ്ടാവും ചിലപ്പോ. വെട്ടം കിഴക്ക് പൊട്ടുകുത്തി കാന്തി പരന്നു, കാണാത്ത തീരങ്ങൾ തേടി നടന്നപ്പോൾ മൂകാനുരാഗം കഥ പറഞ്ഞു. വാനവും മേഘവും പോലെ, ഓളവും തീരവും പോലെ, ജന്മം ഈ ഒരു ജന്മം ഒന്നായി ചേരാൻ നീ വന്നു. അതായത് ഞാൻ പറഞ്ഞില്ലേ, പാട്ട് അന്വേഷിച്ച് നമ്മൾ നടന്നൊരു സമയമാണ്. അപ്പോൾ ഇതുമായിട്ട് ഞാൻ ക്ലബ് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പിന്നെ വെട്ടം കിഴക്ക് പൊട്ടുകുത്തി കാന്തി പരന്നു, കാണാത്ത തീരങ്ങൾ തേടി നടന്നപ്പോൾ, അതായത് സിനിമ എന്നുള്ള ലോകം എനിക്ക് അന്യമായിരുന്നു. മൂകാനുരാഗം കഥ പറഞ്ഞു, വാനവും മേഘവും പോലെ, ഓളവും തീരവും പോലെ. അപ്പം അങ്ങനെയാണ് ഞാൻ അതുമായിട്ട് ക്ലബ് ചെയ്തത്. ആദ്യത്തെ പാട്ട് എനിക്ക് ഞാൻ അങ്ങനെ ഇപ്പം മനസ്സിൽ കാണുന്നത്. കാരണം അത് ദൈവം ഇതുവരെയും ഞാൻ പറഞ്ഞില്ല കൊണ്ടെത്തിച്ചു. അടുത്ത പാട്ടിലേക്ക് വാ നമുക്ക്. ഞാൻ സിനിമയിൽ ഇങ്ങനെ വന്ന ഒരു 10-15 സിനിമ ആ സമയം കൊണ്ട് പാടി. ഇത് 85 ആയപ്പോഴത്തേക്കും പാടിയൊരു പാട്ടാണ്. അപ്പോൾ 82 മുതൽ ഒരു 4-5 സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അപ്പം ഈ നല്ല ബാനർ എന്ന് പറയുന്ന ചില കമ്പനികളുണ്ട്. കാരണം നമ്മൾ അന്നത്തെ മിക്ക സിനിമകളും നല്ല ബാനറിൽ കൂടെ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ചില ആൾക്കാരുടെ പിന്നെ പടങ്ങളും ചില കമ്പനികളും ചില സംവിധായകരും ഒക്കെ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. അപ്പം അങ്ങനെയുള്ളൊരു സംവിധായകനായിരുന്നു ജോഷി സാറ്. ഓക്കെ. അപ്പം അതെ, കാരണം അദ്ദേഹത്തിൻ്റെ പടത്തിൽ വരുമ്പോൾ നമുക്ക് ഇപ്പം പ്രിയൻ്റെ പടം കാണുമ്പോൾ എല്ലാം ഭയങ്കരമായിട്ട് കളർഫുൾ ആയിരിക്കും. അത് പുള്ളി ബലൂണാണെങ്കിൽ പോലും കൊണ്ടുവന്ന്, അല്ലെങ്കിൽ കുറേ ഫോണാണെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് കളർഫുൾ ആക്കും. എന്ന് പറഞ്ഞാൽ ജോഷി സാറിൻ്റെ പടത്തെ പറ്റി അന്നൊക്കെ അങ്ങനത്തെ ഒരു അഭിപ്രായമായിരുന്നു. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പടമൊക്കെ പൊതുവെ നല്ല കാമ്പുള്ള പടങ്ങളായിരിക്കും എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടത്തിൽ ഒരു അവസരം കിട്ടിയത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ബൂസ്റ്റപ്പായിരുന്നു. അതുകൂടാതെ ജൂബിലി പ്രൊഡക്ഷൻസ് ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ. അപ്പോൾ ജൂബിലി അന്ന് ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന ഒരു ടൈമാണ്. എയർ ഹോസ്റ്റസ് പോലുള്ള സിനിമകളൊക്കെ ഇറങ്ങിയ ഒത്തിരി നല്ല പാട്ടുകളുണ്ടായിരുന്നു അതിനകത്തൊക്കെ. അപ്പം അങ്ങനെയുള്ളൊരു പടത്തിൽ വന്നാൽ നമുക്ക് കുറച്ചും കൂടെ എല്ലാ തരത്തിലും പ്രയോജനപ്പെടും എന്നൊക്കെ മനസ്സിലിങ്ങനെ കണക്കുകൂട്ടിയിരിക്കുമ്പോഴാണ് ഈ പടം എനിക്ക് കിട്ടുന്നത്. അപ്പം അതൊരു ഭയങ്കര ഒരു അതിശയമായിരുന്നു. അതുകൂടാതെ ശ്യാം സാറിൻ്റെ സംഗീതത്തിൽ, അന്ന് ശ്യാം സാർ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് 70കളിൽ പ്രത്യേകിച്ചും ശ്യാം സാറിൻ്റെ ഒരു വരവ്, മറ്റേ ഇതുണ്ടല്ലോ, ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം ചിറകിൽ അലസം നിങ്ങളൻ മനസ്സിൻ്റെ ഉപവനത്തിൽ പറന്നുവാ, ശ്രുതിയിൽ നിന്നുയരും
നാദ ശലഭങ്ങളേ. ഈ പാട്ടൊക്കെ ഭയങ്കര കത്തി നിൽക്കുന്ന സമയം. അത് അയ്യോ പുള്ളിയുടെ ഒരു പാട്ട് പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ പൂമാനമേ അദ്ദേഹത്തിന്റെ സംഗീതത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമായിരുന്നു. ഇതിലെ സാറിന്റെ ഫേവറേറ്റ് ഭാഗം ഏതായിരിക്കും? തുടക്കം തന്നെയാണ് അത് തീർച്ചയായിട്ടും. ഞാൻ പറയില്ലേ, ഇപ്പൊ എല്ലാം അന്നേരം ഉള്ളതെന്ന് പറഞ്ഞാൽ സിനിമയാണ് നമ്മുടെ അൾട്ടിമേറ്റം. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന മുഴുവൻ സിനിമയാണ്. 5-6 സിനിമ ആയിട്ടുള്ളൂ. അപ്പൊ ഇനിയും ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കണമല്ലോ. അപ്പം പൂമാനമേ ഒരു രാഗമേഘം താ എന്ന് പറഞ്ഞ പോലെ സിനിമ മനസ്സിൽ ഇത് നന്നായിട്ട് വരണേ എന്നുള്ളൊരാഗ്രഹത്തിലാണ് പാടിയത്. ഇത് രണ്ടുപേരെ ഞങ്ങൾക്ക് പാടിത്തരാൻ പറ്റുമോ? തീർച്ചയായും. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. ഈ പാട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്തായിരുന്നു? സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ആ ഒരു മമ്മൂട്ടി ചിത്രം എന്നുള്ള രീതിയിലും ശ്യാം സാറിന്റെ സംഗീതം എന്ന നിലയിലും ഒക്കെ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പാട്ടാണ്. മാത്രമല്ല ഈ പാട്ടന്ന് ജനം പൊതുവെ ഏറ്റെടുത്തു. നല്ല ഒരു പാട്ടായിട്ടാണ് എല്ലാ ജനങ്ങളും, എല്ലാ വിഭാഗം ജനങ്ങളും ഏറ്റെടുത്തു. കാരണം അന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഗാനമേളകളുടെ ഇടയിൽ മിക്കവാറും ഒക്കെ പാടുന്ന ഒരു പാട്ട് തന്നെയായിരുന്നു ഇത്. അത് ഇപ്പൊ ഈ പ്രേമലൂല പാട്ടെടുത്ത പോലെ തന്നെ അന്ന് എല്ലാവരും ഏറ്റെടുത്തൊരു പാട്ട്. അന്ന് ദാസേട്ടനാണോ പാടിയെന്ന് സംശയം. ഈ കന്നിപ്പൂമാനും അതുപോലെ തന്നെ ഇന്നും എല്ലാ വേദികളിലും ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പാട്ടാണ് കന്നിപ്പൂമാനും പൂമാനും. അപ്പൊ അത് അവരുടെ മനസ്സിലുണ്ടെന്നുള്ളതിന് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കൂടമുല്ലച്ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി അപ്പനപ്പാട്ടാണ്. അതെ 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 അതെ. ഇതെനിക്ക് ഈ പറഞ്ഞാല് ഞാൻ എൻ്റെ സ്റ്റേജ് ഷോയ്ക്കൊക്കെ മാപ്പിളപ്പാട്ടിന് പ്രത്യേകിച്ച് ചോദിക്കുന്ന പാട്ടും പാടുന്ന പാട്ടുമാണ്. കൂടമുല്ലച്ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ അരിമുല്ലച്ചിരിയുള്ള കിനാവിലെ. കല്യാണ വീടുകളിലൊക്കെ കേരളത്തിൽ കേട്ടോണ്ടിരുന്ന പാട്ട് ഇതായിരിക്കും. തീർച്ചയായും ഒരു സമയത്ത് ഏറ്റവും നല്ല പാട്ടുകളിലൊന്നായിരുന്നു. ഇതും ഞാൻ പറഞ്ഞില്ല, 86-ലെ അപകടത്തിന് ശേഷം സിനിമയായിട്ട് ഞാൻ കുറച്ചൊന്ന് അകന്നു പോയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അത് കഴിഞ്ഞ് വന്ന സിദ്ദിഖ് ലാലിൻ്റെ ആദ്യത്തെ പടം ഗോഡ് ഫാദർ ആയിരുന്നു. അതിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു, നല്ലതായിട്ട് ഈ പറഞ്ഞ ആക്സെപ്റ്റ് ചെയ്ത ഒരു പാട്ടായിരുന്നു മന്ത്രി കൊച്ചമ്മ. ഇന്നും അത് ചില പ്രത്യേക ഒക്കേഷനിലൊക്കെ ആ പാട്ടെടുത്ത് ഓരോന്നിനും ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് അപ്പം ഇവരന്ന് ആ സമയത്ത് കത്തി നിൽക്കുന്ന സംവിധായകരാണ്. അപ്പം ഇവരുടെ പടത്തിൽ ഈ പറഞ്ഞല്ലേ വീണ്ടും ഒരു അവസരം കിട്ടണം അല്ലെങ്കിൽ കിട്ടണേ എന്ന് വിചാരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ കാബൂളിവാല റിലീസാവുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞാൽ പ്രതീക്ഷ ഉണ്ടായിരുന്നൊരു പാട്ടാണ്. മാത്രമല്ല SP വെങ്കടേഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്ന ഒരു പാട്ടും കൂടിയാണിത്. അന്നത്തെ അടിപൊളി പാട്ടായിരുന്നു. അന്നത്തെ ഒരു അടിപൊളി പാട്ടായിരുന്നു. അതെ. പുത്തം പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിതുവഴിയേ, കാണാത്ത ചിറകുള്ള തേരിൽ കാലത്തിൻ കളിത്തോളിൽ മേളത്തിൽ തപ്പും തട്ടിപ്പാടി താളത്തിൽ ചാഞ്ചാടി. ഇനി അടുത്ത പാട്ട് അധികം ശ്രദ്ധിച്ചിട്ടുണ്ടോ സാറിന്, ഓർമ്മയുണ്ടോന്ന് അറിയില്ല. എല്ലാരും ഈ പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് മറ്റ് സ്ലാങ്ങുകള് മറ്റ് ഭാഷകളൊക്കെ ട്രൈ ചെയ്യാൻ പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ ഈ പാട്ട് പാടിക്കാനായിട്ട് വിളിച്ചപ്പം ജൂനിയർ മാൻഡ്രയ്ക്ക്, അപ്പം നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന നല്ലൊരു മെലഡിയാണ്. അപ്പം കൊള്ളാം. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ല, ആ ഒരു സ്ലാങ് എനിക്ക് ഒന്ന് പരീക്ഷിക്കാനുള്ളൊരു സാഹചര്യം കൂടിയാണ്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ അവിടെ ചെന്ന് ഇത് പാടുന്നത്. അപ്പം
ബേണി ഇഗ്നേഷ്യസ് ആയിരുന്നു ഇതിൻ്റെ സംഗീതം. അപ്പോൾ അന്ന് അവരുണ്ടായിരുന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പാടിയത്. പാട്ട് എൻ്റെ ട്രാക്ക് കേട്ടിട്ട് ഞാൻ തന്നെ അങ്ങ് പാടുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബേണി എന്നെ വിളിച്ച് പറഞ്ഞു, മാർക്കോസ് നന്നായിട്ട് പാടിയിട്ടുണ്ട്, ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ അതിൻ്റെ ആ സ്ലാങ് ഒക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എല്ലാരും പോകുഞ്ചോ കുറിഞ്ചി മലയിലു, ഈ നാനും പോകുഞ്ചോ കുറിഞ്ചി മലയിലു, എൻ്റെ കൂടെ നീയും വാത്തമ്മ ചുന്ദരി വാങ്ങിത്തരാം ചാന്ത് ചിന്തൂരം. വാ, ജഗദീഷ് ചേട്ടനാണ് അഭിനയിച്ചത്. അതെ 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 അതെ. ആനയൊക്കെ ഉണ്ട് ഈ രംഗത്തിൽ. സിനിമ ഈ സീനിൽ ആരാ വരുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നീട് സിനിമ കണ്ടപ്പോൾ നന്നായിട്ട് തോന്നി, നല്ലതായിട്ട് വന്നിട്ടുമുണ്ട്, അത്യാവശ്യം നന്നായിട്ട് അത് ചെയ്തിട്ടുമുണ്ട്. ഇനി എപ്പോ കേട്ടാലും നമുക്ക് രോമാഞ്ചം ഉണ്ടാവുന്ന ഒരു പാട്ടാണ് ഇത്. ഏത് കാലത്ത് എങ്ങനെ കേട്ടാലും രോമാഞ്ചമാണ് ഇത്. 1999 നവംബറിൽ ചെയ്തൊരു പാട്ടാണ്. 2000 വേണ്ടി തുടക്കത്തിന് വേണ്ടി ചെയ്ത ആ ഡിസംബറിലേക്ക്. എക്സ്ട്രാ ബേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങനെ ഒരു ഇപ്പം ഞാൻ 82 മുതൽ ഞാൻ നേരത്തെ പറഞ്ഞു സിനിമ പാട്ടിനോടൊപ്പം തന്നെ ഈ ഭക്തിഗാനങ്ങളും പാടിത്തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് വന്നു തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. ഒരു 95 ആ ഒരു കാലഘട്ടം. അപ്പോൾ അതുവരെ ഇലക്ട്രിക് ഗിറ്റാർ പിന്നെ കീബോർഡ് അത്യാവശ്യം ഉണ്ട്, പക്ഷേ ഈ റിതം കമ്പോസർ അങ്ങനെയുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം ആയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വെച്ചുള്ള ഒരു പരീക്ഷണം പോലെയാണ് ഈ പാട്ട് അന്ന് ചെയ്തത്. അപ്പോൾ സാധാരണ ഒരു ക്രിസ്ത്യൻ ഡിവോഷനിൽ പാടുന്ന പോലെ അന്നേരം പാടിയുള്ളൂ, ഓർത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. റെക്കോർഡിങ്ങിൻ്റെ സാങ്കേതികതയും ഒക്കെ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ വ്യത്യാസങ്ങൾ ആ സമയത്ത് വന്നു. ഒരു ഇപ്പോൾ 80-82 കാലഘട്ടം മുതൽ ഞാൻ പറഞ്ഞില്ല, ഇവിടെ കേരളത്തിലെ റെക്കോർഡിങ്ങുകൾ തുടങ്ങി. പക്ഷേ ഇത് പാടുന്ന 2000 ആയപ്പോഴത്തേക്കാണ്. അപ്പോഴത്തേക്ക് ഏകദേശം 10-18-20 വർഷമായി. അപ്പോൾ എല്ലാ തരത്തിലും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസമേ ഞാൻ അന്നേരം ശ്രദ്ധിച്ചുള്ളൂ. ഈ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിനിമാ പാട്ട് പോലെയാണ് പാടിയത്. അത് കഴിഞ്ഞ് പിന്നെ ഇത് ഡിവോഷണൽ പാട്ടായിട്ട് മാറ്റുകയും ഇതിൽ പാടിയ ദാസേട്ടൻ്റെ ഒരു പാട്ട് സിനിമയിലിടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഈ പാട്ട് അന്നേരം ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട് ഈ ഒരു പ്രത്യേകത ഞാൻ നോട്ടീസ് ചെയ്തത്. പക്ഷേ ഈ പാട്ട് പിന്നെ കയറി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ക്ലിക്കായി. ഇപ്പോഴും ഈ 23 വർഷമായിട്ടും ഇത് എന്താ പറയുക, ഒരു ദേശീയ ഭക്തിഗാനം എന്നുള്ള രീതിയിൽ മാറി. അതൊരു വലിയൊരു അനുഭവമാണ്, ഭയങ്കര അനുഭവമാണ്. 10 കോടി ആൾക്കാരോ മറ്റോ ഇതിപ്പം 2 മില്യൺ മറ്റോ കണ്ടിട്ടുണ്ട്. അതൊരു എന്താ പറയുക, എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഗായകനെ സംബന്ധിച്ച് കിട്ടുന്ന ഏറ്റവും വലിയൊരു അപ്രിസിയേഷനാണ്. ഇപ്പോഴും ഈ പാട്ട് ആൾക്കാർ കേൾക്കുന്നു, പാടിപ്പിക്കുന്നു. എനിക്കും അത് പാടാനായിട്ട് ഭയങ്കര ഒരു സന്തോഷവുമാണ്. ഈ പാട്ട് കരിയറിൽ മാറ്റം ഉണ്ടാക്കിയ ഒരു പാട്ട്. തീർച്ചയായിട്ടും പാട്ട്, കാരണം പിന്നെ ക്രിസ്ത്യൻ ഡിവോഷണൽ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നുള്ള രീതിയിലേക്ക് മാറി പിന്നീട്. അതെ അതെ, ബെഞ്ച് മാർക്കായി. അങ്ങനെയൊക്കെ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. പിന്നെ പുതിയ ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ ഇത്തരത്തിൽ പരീക്ഷിക്കാനുള്ളൊരു അവസരം കൂടെ ഈ പാട്ട് നിമിത്തമായിട്ടുണ്ട്. ഇസ്രായേലിൻ നാഥനായി വാഴുമേകദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം, ആബാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം.
താങ്ക് യു സാർ, ഒരുപാട് സന്തോഷം. ഈ പ്രേമലുവിൽ പാട്ട് വന്നതുപോലെ KG മാർക്കോസിന്റെ പാട്ടുകൾ ഇനി മലയാള സിനിമയിൽ ഒരുപാട് വരട്ടെ. താങ്ക് യു. തീർച്ചയായിട്ടും റാഫിയുടെ വാക്ക് പൊന്നാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. കാരണം പുതിയ പുതിയ സിനിമകൾ കിട്ടാനായിട്ട് പറഞ്ഞല്ലേ എന്നും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരംഗത്തിന് ബാല്യം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ക്ലബ് FM-ന്റെ ശ്രോതാക്കൾക്കും ക്രൂവിനും റാഫിക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ സ്നേഹം, നന്ദി, നമസ്കാരം.